വളരെ തിരക്ക് പിടിച്ച ഒരു ലോകമാണ്. നമുക്ക് നിന്ന് തിരിയാൻ സമയമില്ല. എന്നാൽ നമുക്ക് നൂറുകണക്കിന് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുമുണ്ട്. നമുക്ക് വേണ്ടി ഓഫീസിലൊരാൾ പോയി ഒരു രേഖ കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു സ്ഥലത്ത് പോയി ആ സ്ഥലത്തിൻ്റെ എന്താണ് അവസ്ഥ എന്ന് ഒന്ന് നമുക്ക് കാണണമെന്നുണ്ട്. പക്ഷേ ഇന്നൊന്നും പോകാൻ സമയമില്ല. ഈ സ്ഥലത്തേക്കെല്ലാം നമുക്ക് വേണ്ടി പോയി ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു സംവിധാനം ഒരുക്കുകയാണ്. അതൊരു സ്റ്റാർട്ടപ്പ് സംവിധാനമാണ്, പ്രത്യേകിച്ച് യുവാക്കളുടെ ഒരു സംരംഭമാണ്. ഈ സംവിധാനത്തെക്കുറിച്ച് നേരിട്ട് ഇതെന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട്? നമ്മുടെ സംവിധാനത്തിൻ്റെ പേര് ഹൈറാൻ ഏജൻറ്റ് എന്നാണ് പേര്. ഹൈറാൻ ഏജൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവർലി ബേസ് ആയിട്ട് അരമണിക്കൂർ അല്ല 1 മണിക്കൂർ ബേസ് ആയിട്ട് നമുക്ക് ഏജൻറ്റിനെ ഹയർ ചെയ്യാം. ആ ഏജൻറ്റ് നമുക്ക് ആവശ്യമുള്ള ഔട്ട്ഡോർ ജോലികൾ എന്താണോ അവർ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരും. ഇപ്പം സാറിപ്പോൾ പറഞ്ഞപടി തന്നെ ഒരു ഓഫീസിൽ പോയിട്ട് ഒരു രേഖ സമർപ്പിക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് ഇൻ ക്യൂ, ഒരു ക്യൂവിൽ നിന്നിട്ട് നമുക്ക് ഡയറക്റ്റ് പോകേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ സമയമില്ല, അല്ലെങ്കിൽ ഞാൻ ജോലിക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടായിട്ട് എനിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് പകരമായിട്ട് ഒരു ഔട്ട്ഡോർ ജോലിയിൽ എനിക്ക് പകരമായിട്ട് മറ്റൊരാൾ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാവോ അതെല്ലാം ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള, ഇപ്പം ഫിസിക്കലി ചലഞ്ചറായിട്ടുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ പോകാനായിട്ട് കൂടെ ഒരു കമ്പാനിയൻ, ഒരു ഹയർ കമ്പാനിയൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടൊരു അസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇപ്പം അക്ഷയ സെൻറ്ററിൽ പോയി ഒരു കാര്യം ചെയ്തിട്ട് വരണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തൊട്ട് ചെറുത് തൊട്ട് നമുക്ക് ഏത് രീതിയിലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു മണിക്കൂർ വൈസാണ് ഇത് വരുന്നത്. ഒരു മണിക്കൂറിന് 190 രൂപയാണ്. അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പം ഹൈറാൻ ഏജൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഏജൻറ്റായിട്ട് നമ്മുടെ അടുത്തുള്ള ആളായിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഏജൻറ്റായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും, ഫ്രീ ഓഫ് കോസ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലി ആവശ്യമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് വേണമെങ്കിൽ അവർക്കും ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഒത്തിരി ആളുകൾക്ക് ജോലി കിട്ടുന്നതായിട്ടുള്ളൊരു സംരംഭമാണ്, അതേപോലെ തന്നെ നമുക്ക് സർവീസ് കിട്ടുന്നതായിട്ടുള്ളൊരു സംരംഭമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ കേരളത്തിൽ ഒരുപാട് പേര് തൊഴിൽരഹിതരായിട്ടുള്ളവരുണ്ട്. എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയ? നമുക്ക് എന്ത് വേണം ഇതിൽ ഒരു ഏജൻറ്റായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്? നമുക്കിപ്പം പ്രൈമറി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ടത് ഒരു 2 വീലർ ലൈസൻസ് ഉണ്ട്. ഒരു 2 വീലർ വേണം, 2 വീലർ ലൈസൻസ് വേണം. പിന്നെ അവർ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ബേസിക് ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് എല്ലാം ക്ലിയർ ആയിരിക്കണം. അതായത് പോലീസ് കേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത്, ട്രസ്റ്റ് ചെയ്യാവുന്ന ആളായിരിക്കണം. അങ്ങനെയുള്ള ആളുള്ളവരിൽ ആണ് ബേസിക്കായിട്ട് ഈ ക്വാളിഫിക്കേഷൻ വേണ്ടത്. അപ്പോൾ അവരെ നമ്മളിത് വെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്ത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടാണ് നമ്മൾ ഏജൻറ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ വിശ്വാസത നമ്മൾ എങ്ങനെയാണ് ഇത് ഉറപ്പാക്കുന്നത്? പ്രത്യേകിച്ച് ക്ലയൻറ്റിനെ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുമല്ലോ. നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്? വിശ്വാസ്യത എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഓൾറെഡി ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ തൊട്ട് അക്കൗണ്ട് വെരിഫിക്കേഷൻ തൊട്ട് ഇവരുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇവരെ ഏജൻറ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം പിന്നീട് അവർ നമുക്കൊരു ബേസിക് ഈ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളൊരു ബേസിക് ട്രെയിനിങ് കാര്യങ്ങൾ, ഒരു ഇൻ്റർവ്യൂ പോലെ കാര്യങ്ങളെല്ലാം നടത്തി നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഇവരെ ഇതിനായിട്ട് വിടുകയുള്ളൂ. നമുക്ക് നമ്മളുടെ ഈ സേവനത്തിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവരെ ട്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുടെ ആക്ടിവിറ്റീസ് നമുക്ക് മോണിറ്റർ ചെയ്യാനോ സാധിക്കുമോ? നമുക്ക് മാത്രമല്ല കസ്റ്റമർക്ക് ഈ സാധനം തന്നെ മോണിറ്റർ ചെയ്യാനും ട്രാക്ക് ചെയ്യാനും പറ്റും. എവിടെയാണ് കറൻ്റ് എവിടെയാണ് നിൽക്കുന്നത്, എവിടെ നിന്നാണ് മൂവ് ചെയ്യുന്നത്, എത്ര കിലോമീറ്റർ മൂവ് ചെയ്തിട്ടുണ്ട്, ഒരു ബ്ലോക്കിലാണോ അവർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കണം, എല്ലാ കാര്യങ്ങളും നമുക്ക് ടൈംലി ആയിട്ട് കസ്റ്റമർക്ക് നമ്മുടെ സൈഡിൽ നിന്നായിട്ട് ട്രാക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. നിലവിൽ നമ്മുടെ ഈ സേവനങ്ങൾ എവിടേക്കാണ് ലഭ്യമായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് നമുക്കിത് സേവനങ്ങൾ പൂർണ്ണമായിട്ട് ലഭ്യമാകാനാവുന്നത്? നമുക്കിപ്പോൾ നിലവിൽ കൊച്ചിയിലാണ് റണ്ണായിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ഓൾ കേരള ബേസിലായിട്ട് നമ്മൾ വർക്കിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്കിപ്പോൾ അതിനകത്ത് നിരവധി ഏജൻറ്റ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ രജിസ്റ്റർ ആകുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ആളുകൾക്ക് കൂടുതൽ ജോബ് നല്ല ഫ്ലറിഷായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. എന്തായാലും ഇരു കൂട്ടർക്കും ഗുണകരമായൊരു കാര്യമാണ്. കാരണം തൊഴിലില്ലാതെ താൽക്കാലികമായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സമയമില്ലാത്തവർക്ക്, ഇത് 2 രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇത് കസ്റ്റമർക്ക് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരേപോലെ 4 ഏജൻറ്റുകൾ രജിസ്റ്ററായി വന്നാൽ ഈ രജിസ്റ്ററിൽ ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം കസ്റ്റമർക്കുണ്ട്. NRIകൾക്കുൾപ്പെടെ ഈ സംവിധാനം ഉപയോഗിക്കുന്നതുകൊണ്ട് അവർക്കും സൗകര്യമായിരിക്കും. എന്തായാലും ഇത്തരം സംരംഭങ്ങൾ വിജയമാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ആശംസിക്കാം. താങ്ക് യു.